കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ഭക്തരിൽ നിന്നും ശ്രവിക്കുന്നതിനൊപ്പം തന്നെ സത്യാന്വേഷികളായിട്ടുള്ള ഗുരു ഭക്തന്മാരെ ഈ ഗുരു സങ്കേതത്തിലേക്ക് നയിക്കുകയും കൂടി ചെയ്യുകയാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഇപ്പോൾ ചാനലിൽ തന്നെ പലർക്കും ഭഗവാന്റെ ഭക്തന്മാരെ പരസ്പരം അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ചാനലിലൂടെ ചെയ്തു വരുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ശരിക്ക് ജയപ്രിയയാണ്. ജയപ്രിയയെ സംബന്ധിച്ചിടത്തോളം വളരെ കൊച്ചിലെ തന്നെ ഭഗവാന്റെ അടുത്ത് ഭഗവാനെ കണ്ടിട്ടുള്ള ആളാണ്. അതിലുപരി ജയപ്രിയയുടെ അച്ഛനും അമ്മയും നമ്മുടെ ചാനലിൽ വരികയുണ്ടായി. എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. കേണൽ ജയശങ്കറും അതുപോലെ ജയശ്രീയും രണ്ടുപേരും നമ്മുടെ ചാനലിൽ അതിഥിയായി വന്നിട്ടുണ്ട്. ജയപ്രിയ MBBS സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ജയശ്രീയുടെ മകളും കൂടിയാണ്. അതിലുപരി ജയപ്രിയയുടെ ഭഗവാനുമായിട്ടുള്ള ബന്ധവും ഭഗവാന് അനുഭവങ്ങളുമൊക്കെ ജയപ്രിയ തന്നെ പങ്കുവയ്ക്കും. ഇപ്പോൾ ജയപ്രിയയെ ഈ ഭഗവാന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്കാരം. മാമൻ എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനിപ്പോൾ MBBS സെക്കൻഡ് ഇയറിലോട്ട് കടക്കുകയാണ്. ആന്ധ്രാപ്രദേശിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്വാമിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് വന്ന സമയം തൊട്ടേ സ്വാമിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായി. അതിന് മുമ്പും തന്നെ പലയിടങ്ങളിൽ നിൽക്കുമ്പോഴാട്ടെ നാട്ടിൽ നിൽക്കുമ്പോഴും അപ്പൂപ്പൻ ചെറുപ്പം തൊട്ടേ ഗുരുക്കന്മാരുടെ കുറേ കഥകളൊക്കെ പറഞ്ഞാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. അപ്പൂപ്പൻ്റെ കുടുംബത്തിൽ ഇതൊക്കെയുണ്ട്, കാവും കളരിയും അങ്ങനെ മൂർത്തികളെയൊക്കെ പ്രാർത്ഥിച്ച് വളർന്നവരാണ്. അപ്പോൾ അപ്പൂപ്പനും എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഇത് ഗുരുക്കന്മാരെക്കുറിച്ചും മൂർത്തികളെക്കുറിച്ചൊക്കെ കുറേ ഐഡിയ ഉണ്ട്. അവർ പല അനുഭവങ്ങളുണ്ട്. അപ്പം ഞാനിതൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് നേരിട്ട് ഒരു അനുഭവമോ അങ്ങനെ ഒരു ഗുരുവിനെ കാണാനുള്ള അവസരമോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ അമ്പലങ്ങളിലൊക്കെ നോർത്തിലൊക്കെ ഹിമാലയങ്ങളിലും പല അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ. പക്ഷേ സ്വാമിയെക്കുറിച്ചുള്ള കഥ കേൾക്കുമ്പോൾ തൊട്ടേ എനിക്ക് വളരെയുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നു സ്വാമിയോട്.
നമ്മൾ ഇന്നത്തെ കാലത്ത് കുറേ കേൾക്കുന്നതല്ലേ, അവിടെ ഗുരുക്കന്മാര് പേരിൽ കുറേ പേരുണ്ട്. അപ്പോൾ ഇത് സത്യമാണോ, എന്താണ്, സ്വാമിയെക്കുറിച്ച് ഇത്രയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ മാമനുമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. ഞാൻ 8th പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് സ്വാമിയെ കാണാനുള്ള അവസരം ഉണ്ടായി വരുന്നത്. അപ്പോൾ അതുവരെ അമ്മയ്ക്ക് പല അല്ലാത്ത അനുഭവങ്ങളും അതൊക്കെ കേൾക്കുമ്പോൾ കാണണമെന്നുണ്ടായി. ആൻഡ് ഒരിക്കൽ ഇതേപോലെ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു, നമുക്ക് പോവാം, നമുക്ക് സ്വാമിയുടെ അടുത്ത് പോവാം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വാമി വിളിച്ചാലേ നമുക്ക് അവിടോട്ട് പോകാൻ പറ്റുള്ളൂ, സ്വാമി തീരുമാനിക്കണം. നമ്മൾ എത്ര വർഷമായിട്ട് ആഗ്രഹിച്ചിരിക്കുവാണെങ്കിലും സ്വാമി വിളിക്കാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആൻഡ് കൊറോണയ്ക്ക് മുമ്പാണ് ഈ സമയം. അങ്ങനെ പോകുമ്പോൾ പോത്തൻകോട് ആശ്രമത്തിലാണ് സ്വാമിയെ കാണാൻ പോകുന്നത്. അപ്പോൾ സ്വാമി മുറിയിലിരിക്കുകയാണ്. ഞാൻ, അമ്മ, അച്ഛൻ, അനിയൻ, അപ്പൂപ്പൻ, നമ്മൾ 5 പേരോടാണ് പോകുന്നത്. നമ്മളകത്ത് കയറി ആൻഡ് വളരെ സാധാരണയായിട്ടുള്ളൊരു മനുഷ്യൻ. നമുക്ക് കാണുന്നോണ്ട് സ്വാമിക്ക് ജടയുണ്ടായിരുന്നു, ഒരു തോർത്ത്, ഒരു കൈലി ഉടുത്ത് അവിടെ കട്ടിലയിൽ ഇരിക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല. ആകെ ഒരിക്കലേ എനിക്ക് സ്വാമിയെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുള്ളൂ. ആൻഡ് നമ്മൾ 5 പേരുടെ ആദ്യം മാമൻ കയറി, എന്നിട്ട് 5 പേരുടെ അകത്ത് കയറി കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ സ്വാമിക്കെല്ലാം അറിയാം, നമ്മളെക്കുറിച്ച് നേരത്തെ എല്ലാം കണ്ടിട്ടുള്ളതാണ്, കാര്യങ്ങളൊക്കെ അറിയാം, ഉറപ്പാണ്. ആൻഡ് നേരെ കണ്ണിലൊന്നും നോക്കി ഒന്നും പറയാനില്ല, നമുക്ക് നമ്മുടെ വായിൽ നിന്നൊന്നും വരില്ല ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ. അന്നാണ് ശരിക്കും എനർജി ഫീൽ ആവുന്നത്. നമ്മൾ അത്ര നാൾ കേട്ടിട്ടുള്ളതല്ലേ ഉള്ളൂ. അന്ന് സ്വാമിയെ കാണുന്നതും പിന്നെ അവിടെ കുറേ നേരം ഇരുത്തി, തറയിൽ നമ്മൾ അവിടെ ഇരുന്നു, സ്വാമിയുടെ അടുത്ത് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇറങ്ങാൻ നേരം നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടൊരു തലയാട്ടിൽ വിട്ടു വാ എന്നൊരു രീതിയിൽ. എനിക്ക് സത്യം പറഞ്ഞ സ്വാമിയെ നേരിട്ട് കണ്ട് ഇതേയുള്ള എക്സ്പീരിയൻസ് പറയാൻ. പക്ഷേ അതിന് മുമ്പും അതിനേക്കാളധികം സ്വാമിയെ കണ്ടതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള ധൈര്യവും വിശ്വാസവുമാണ് ഏറെ. എവിടെ ചെന്നാലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പായാലും സ്വാമിയുടെ പേര് വിളിച്ചിട്ടേ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. കണ്ടതിന് ശേഷം എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ സ്വാമിയാണ്. ഞാൻ എൻ്റെ ഫോണിലും ടാബിലും വാൾപേപ്പർ സ്വാമിയാണ് വെച്ചേക്കുന്നത്. ഇടയ്ക്ക് വല്ല ഫോട്ടോ മാറ്റിയിട്ടാലും വീണ്ടും ഞാൻ തിരിച്ച് ഹോം സ്ക്രീൻ സ്വാമിയെ തന്നെ എടുത്തിടും. അതെന്തോ ഭയങ്കര പോസിറ്റീവാണ്. ഞാൻ അതിന് മുമ്പും ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇടുമായിരുന്നു, പക്ഷെ അതിന് ശേഷം എനിക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്യും. സ്വാമിയുടെ ഫോട്ടോ കണ്ട് രാവിലെ എണ്ണിക്കുമ്പോഴാട്ടെ, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പാട്ടെ, ഒരു വിഷമമുള്ള സമയമാട്ടെ, ആ ഫോട്ടോ എടുത്ത് കുറേ നേരം ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ നമ്മളോട് എന്തൊക്കെയോ സംസാരിക്കുന്നതും ക്വസ്റ്റ്യൻസിനുള്ള ആൻസറും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. എൻ്റെ മൈൻഡിനെ അങ്ങനെ ഭഗവാൻ വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് തരുന്നതായിരിക്കാം. ഞാൻ 12th വരെ എനിക്ക് പർട്ടിക്കുലർലി ഈ ഫീൽഡ് തന്നെ പോകണം എന്നൊന്നും ഇല്ലായിരുന്നു. ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ബയോളജി റിലേറ്റഡ് തന്നെ പോകണം എന്നൊരാഗ്രഹത്തിലാണ്. അപ്പോൾ 12th കഴിഞ്ഞു, ബോർഡ് എക്സാം കഴിഞ്ഞു, ലീവാണ്, ഒന്നും ഒരു ഉറപ്പില്ല, ഉറപ്പിച്ചിട്ടില്ല. ഞാൻ ഏതിനും പോകാൻ റെഡിയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇതേപോലെ, ഭയങ്കര ലേസിയാണല്ലോ 12th കഴിഞ്ഞുള്ള എക്സാമിൽ കഴിഞ്ഞിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വെറുതെ ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രീ ആയിട്ട് ചില്ലടിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ മാമനും അമ്മയും ഇങ്ങനെ എൻ്റെ കാര്യം, ജാതകം മാമൻ്റെ ഇത് വെച്ച് ഹസ്തരേഖയൊക്കെ നോക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു, പൊന്നു നിനക്ക് മെഡിസിൻ നല്ല സ്കോപ്പാണ്, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാമ എനിക്ക് അനാറ്റമി ഇഷ്ടമാണ്, ബയോളജി ഇഷ്ടമാണ്. പറഞ്ഞു, നിന്ന് ശ്രമിച്ചു നോക്കുന്ന മാമനെയും കൊണ്ട് പറയിപ്പിച്ചു. ആൻഡ് ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഞാൻ അതിന് ശേഷം 12th ശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്രാഷ് കോഴ്സിന് ചേർന്നു. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ബയോളജി ആണല്ലോ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ചേർന്നു, പഠിച്ചു. എക്സാമിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതും ഞാൻ ഓരോ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് പോത്തൻകോട് ആശ്രമത്തിൽ പോയി, അതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പും ഭഗവാന്റെ അടുത്ത് പോയി. എല്ലാത്തിനും എനിക്ക് അവിടെ പോയി പെർമിഷൻ എടുക്കാൻ ഒരു ഫീൽ വരും, എന്താണെന്ന് അറിയില്ല. പക്ഷേ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ടാണ് ഞാനൊരു ഡിസിഷൻ ആക്ഷനിലോട്ട് ആക്കുന്നതെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യമാണ്, അത് നടക്കും. അല്ലെങ്കിൽ ഓക്കെ, ഞാൻ ശരിയാണ് ചെയ്യുന്നത് എന്നൊരു ഫീല് വരും. ഭഗവാന്റെ പേരെടുത്ത് ഇന്ന് വരെ ചെയ്തൊരു കാര്യത്തിൽ എനിക്കൊരു നെഗറ്റീവ് ഭഗവാൻ ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല. അത് വലിയൊരു കാര്യം തന്നെ. ഈവൻ ഓരോ എക്സാമിന് മുമ്പാണെങ്കിൽ പോലും ഒരു പ്രത്യേക ഞാൻ നിൻ്റെ കൂടുണ്ട് എന്നൊരു ഫീൽ വരും.
ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ല, പക്ഷെ എന്നാലും ഇന്നും ആന്ധ്രാപ്രദേശിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ഫീല്. ഞാൻ ചിന്തിക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഭഗവാൻ എനിക്ക് ആ ഒരു ഫീൽ എന്നും തന്നിട്ടുണ്ട്. അത് ഇന്നും ഈ നിമിഷം പോലും ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പായാലും ഭഗവാനെ വിളിക്കുമ്പോൾ ഒരു ധൈര്യം അത് തരാറുണ്ട് കേട്ടോ. പിന്നെ സോ അഡ്മിഷന് രജിസ്റ്റർ ചെയ്തു, ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാമിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അപ്പോഴും മനസ്സിൽ ഞാൻ ഈ പോകുന്ന ഫീൽഡ് കറക്റ്റ് ആണോ എന്നൊരു എവിടെയോ ഒരു ഡൗട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നത്. അതിലെനിക്ക് കിട്ടിയേക്കുന്ന വെന്യൂ നമ്മുടെ ചിന്താലയ വിദ്യാലയം, കാട്ടാക്കട. എന്താ പറയട്ടെ അറിഞ്ഞൂടാ. ഓൾ ഇന്ത്യ എക്സാം NDA ആണ് വെന്യൂ കൊടുക്കുന്നത്, അലോട്ട് ചെയ്യുന്നത്. ഇത്രയും ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് സ്കൂളുള്ളതിൽ എനിക്ക് ചിന്താലയ വിദ്യാലയം വന്നപ്പോൾ തന്നെ ദാറ്റ് വാസ് ദ ഫസ്റ്റ് സൈൻ എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, എനിക്ക് പറഞ്ഞിട്ടുള്ള ഫീൽഡാണ് MBBS നീറ്റ്. പിന്നെ പോയി, അപ്പോൾ ഭഗവാൻ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ അന്ന് ഞാൻ ഇന്നുവരെ അന്ന് വരെ 12th വരെ ട്യൂഷനൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ വെച്ചിട്ട് കുറച്ച് മാർക്സിൻ്റെ കുറവിൽ എനിക്ക് ഗവൺമെൻറ് സീറ്റ് ക്വാളിഫൈ ആയില്ല. പ്രൈവറ്റിൽ നിന്നൊക്കെ കുറേ കോൾ വന്നു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് പ്രൈവറ്റ് കോളേജിൽ പഠിക്കേണ്ട എന്നൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് ഗവൺമെൻറ്റിൽ തന്നെ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിൽ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അധികം ഫീസൊന്നും എൻ്റെ ഗവൺമെൻറ് ആ ഒരു രീതിയിൽ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെയാണ് അന്ന് എക്സാമിന് ഞാൻ ശരിക്കും സ്കൂൾ വന്നാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത്. അതിന് മുമ്പ് ചിന്താലയിൽ പോയിട്ടില്ല, മാമ ഒക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആൻഡ് ശരിക്കും സ്കൂൾ കാണാനുള്ള സ്കൂൾ തന്നെ. എന്താ ആംബിയൻസാ, സച്ച് നേച്ചറുമായിട്ട് ഭയങ്കര ചേർന്ന് നിൽക്കുന്നൊരു ആംബിയൻസ്, എൻവയൺമെൻറ്റ്. നല്ല വിപുലീകരിച്ച് കാട്ടാക്കട എന്നൊരു സ്ഥലത്ത് ഇത്രയും, കള്ളിക്കാട് എന്നൊരു സ്ഥലത്ത് ഇത്രയും വലിയ സ്കൂളുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കള്ളിക്കാട് ആശ്രമത്തിൽ അതിന് മുമ്പ് പലപ്പോഴും പോയിട്ടുള്ളതാണ്. അവിടെ ആചാര്യയിൽ വല്ലപ്പോഴും പോകുന്നതും അതിന് ചേർന്നാണല്ലോ ആശ്രമം ഓപ്പോസിറ്റ്. അവിടെ കുറേ പ്രാവശ്യം കയറി അവിടെ സദ്യയൊക്കെ ഉണ്ടിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ സ്കൂളൊന്നും വരെ കണ്ടിട്ടില്ല. പക്ഷെ സ്കൂളിന് ആ റോഡിനകത്തുനിന്ന് സ്കൂൾ കയറി കഴിയുമ്പോഴാണ് അറിയുന്നത്, എൻ്റെ ദൈവമേ, തിയേറ്റർ എന്തൊക്കെയാ ഉള്ളത്, എല്ലാം ഉണ്ട്, സ്പോർട്സ് ഗ്രൗണ്ട്, ഇത്ര ഫെസിലിറ്റീസോടുള്ളൊരു സ്കൂൾ അവിടെ ഉണ്ടെന്ന് ഞാൻ ശരിക്കും എൻ്റെ നീറ്റിന് വെന്യൂ വന്നതിന് ശേഷം പോയിട്ടാണ് അറിയുന്നത്. അങ്ങനെ പോയി എക്സാം എഴുതി. എക്സാം ഈവനിങ് ടൈമാണല്ലോ. അപ്പോൾ ഇത് എക്സാം കഴിയാറാവുന്ന സമയത്ത് 5 o'clock 6 o'clock ആ ടൈമിൽ ആശ്രമത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കാം. അത് ലൗഡ് സ്പീക്കറിൽ പാട്ട് കേൾക്കാം. അപ്പോൾ എനിക്കതൊക്കെ വെച്ച് എനിക്ക് മനസ്സിലായി, ഇതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ള ഫീൽഡ്, ഞാൻ ഇതിനൊന്ന് ട്രൈ ചെയ്യണം. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതാണ്, ഞാൻ ഇതിനു വേണ്ടി നീറ്റിന് വേണ്ടിയായിട്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഞാൻ പാലയിൽ പോയി പഠിച്ചു. ബ്രില്യൻറ്റിൽ 1 വർഷം ഞാൻ അവിടെ പഠിച്ചു. ആൻഡ് ഭഗവാന്റെ അനുഗ്രഹത്തോടെ അതേ വർഷം എനിക്ക് ഓൾ ഇന്ത്യ റാങ്കിൽ ഗവൺമെൻറ് കോളേജ്, രംഗരായ മെഡിക്കൽ കോളേജ് ആന്ധ്രാപ്രദേശാണ് അലോട്ടായത്. അവിടെ ആ കോളേജിനെ കുറിച്ച് പറയാനാണേലും ആന്ധ്രാപ്രദേശ് പൊതുവെ ഭയങ്കര ഭക്തന്മാരുള്ള സ്ഥലമാണ്. അപ്പോൾ എനിക്ക് പോകുമ്പോൾ തന്നെ ഏത് കോളേജായിരിക്കും, എങ്ങനത്തെ കോളേജായിരിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന ഉടനെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്ത് ഈശ്വരവിശ്വാസികൾ നിറഞ്ഞൊരു സ്ഥലമാണെന്ന് മനസ്സിലാവും. ഭയങ്കര പോസിറ്റീവ് എനർജിയും അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയറും നല്ല സ്മൂത്തായിട്ട്. അങ്ങനെ ആ കോളേജിലാണ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയി. എക്സാം എഴുതി. എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ. ഞാൻ പഠിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ച് പറയും, മാമനെ ഇടയ്ക്ക് വിളിക്കും, അമ്മയോടൊക്കെ പറയുമായിരുന്നു, അമ്മ പഠിക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര വാസ്റ്റ് ആണല്ലോ സിലബസ്, 3 സബ്ജക്റ്റ് ഉള്ളെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് എല്ലാം അറിയണം, അങ്ങനെയാണ്. അപ്പോൾ പഠിക്കാൻ കുറേ ഉണ്ട്, പഠിച്ചു. എന്നാലും പേടിയുണ്ടായിരുന്നു. ചില സമയത്ത് കുറച്ച് ലേസി ആയെന്നൊക്കെ ഫീലാവും, ഞാൻ എന്തായി ചെയ്യുന്നതെന്നൊക്കെ ഫീലാവും. പക്ഷേ എങ്ങനെയോ ഭഗവാൻ ഒരു ധൈര്യം തന്നു. ആ ധൈര്യത്തിൽ എഴുതി പാസ്സാവണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളാണ് ഞാൻ. എനിക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് ഫസ്റ്റ് ക്ലാസ്സോടെ നല്ല മാർക്കോടെ ഫസ്റ്റ് ഇയർ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല, അപ്പോൾ നേരത്തെ തന്നെ ജയപ്രിയ പറയേണ്ടായി, ജയപ്രിയ ഇന്ത്യയിലെ പല സ്കൂളുകളിലും പഠിച്ച ആളാണ്. അപ്പോൾ ആർമിയിൽ അച്ഛനായതുകൊണ്ട് പല സ്കൂളുകളിൽ, ആർമി സ്കൂളുകൾ, പല സ്കൂളുകളിൽ പഠിച്ച ആളാണ്. പക്ഷേ ആ ചിന്താലയ വിദ്യാലയത്തിലേക്ക്
വന്നപ്പോൾ അല്ലെങ്കിൽ ഭഗവാന്റെ സ്കൂളിലേക്ക് വന്നപ്പോഴുണ്ടായ ആ അനുഭവം നമ്മളെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവാത്ത അനുഭവങ്ങളിൽ ഒന്നാണ്. തീർച്ചയായിട്ടും. കാരണം അത് ആ സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. കാരണം ആ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടികളും ഒരിക്കലും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകത്തില്ല. അവിടുത്തെ ചൈതന്യം തന്നെ, കാരണം അഗസ്ത്യവനത്തിൻ്റെ തായ്വരയാണ് ശരിക്ക് ചിന്താലയ വിദ്യാലയം ഇരിക്കുന്ന ആ പ്രദേശം, അതായത് ചിന്താലയ ചിന്താലയ ആശ്രമം ഇരിക്കുന്ന പ്രദേശം. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അതിനേക്കാളും ഉപരി ഇവിടുത്തെ പ്രത്യേകത ഭഗവാന്റെ പാതാരബിന്ദം അല്ലെങ്കിൽ ഭഗവാന്റെ പാദസ്പർശം ഏറ്റ ആ ഭൂമിയാണ്. ഭഗവാൻ എത്രയോ പ്രാവശ്യം അവിടെ കയറി നടന്ന ഭൂമിയാണ്. ആ പുണ്യഭൂമിയാണ്. ഭഗവാന്റെ പാദം പതിയുക എന്ന് പറഞ്ഞാൽ അത് പുണ്യഭൂമിയായി മാറി. ആ പുണ്യഭൂമിയിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അവിടെ എക്സാം എഴുതുന്ന ഒരു കുട്ടികളും ഒരു മോശ അവസ്ഥയിലേക്ക് അവർ പോകത്തില്ല. അതുകൊണ്ടായിരിക്കാം ജയപ്രിയയും കറക്കടിച്ച് ആ സ്കൂളിൽ തന്നെ എക്സാമിന് വേണ്ടി ഭഗവാൻ നിയോഗിച്ചത്. അത് മാത്രമല്ല, ജയപ്രിയയ്ക്ക് ഉള്ള കഴിവുള്ള കുട്ടിയാണ് എങ്കിൽ പോലും ഭഗവാന്റെ പ്രസൻസും കൂടി ആവുമ്പോൾ ഭഗവാന്റെ സമാധിയിൽ പോയി, ജീവസമാധിയിൽ പോയി ഓരോ കാര്യങ്ങളിലും ഭഗവാന്റെ അനുവാദം വാങ്ങിയിട്ടാണ് മുന്നോട്ട് പോകണം. എനിക്ക് തന്നെ അറിയാം, എന്ത് കാര്യത്തിനും ഭഗവാനെ കാണാതെ ഭഗവാനോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യാറില്ല. പക്ഷേ ആ ഭഗവാന്റെ അനുവാദം വാങ്ങിപ്പോകുന്ന ഒരു കാര്യങ്ങളിലും പരാജയം വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഭഗവാന്റെ സപ്പോർട്ടോടു കൂടി എന്നുവെച്ചാൽ അവിടെ ജീവസമാധിയിൽ ഭഗവാൻ ഇരിക്കുകയാണ്. നമ്മളൊക്കെ വിചാരിക്കും അയ്യോ ഭഗവാൻ സമാധി ആയല്ലോ. മറ്റ് സമാധി പോലെ അല്ല, അവിടെ ആത്മലിംഗം ഇരിക്കുന്ന സ്ഥലമാണ്. പോത്തങ്കോട് ചിന്താലയ ആശ്രമത്തിൽ ആത്മലിംഗം എല്ലാ ശരിക്ക് ആചാര്യന്മാർ അല്ലെങ്കിൽ മഹർഷിവര്യന്മാർ സന്യാസിവര്യന്മാർ സമാധി ആവുമ്പോഴും ശിവലിംഗം വയ്ക്കും, ആ സമാധിയെ ഇൻഡിക്കേഷൻ ചെയ്യുന്ന രീതിയിൽ. ഇവിടെ ഇരിക്കുന്നത് ആത്മലിംഗമാണ്. ആത്മലിംഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈശ്വരനും നമ്മൾ ഒന്നാവുന്ന അവസ്ഥ, ഈശ്വരനിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഭഗവാൻ ഈശ്വരനിൽ ലയിച്ച് ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഭഗവാൻ ഈശ്വരനെ നമുക്ക് ഡയറക്റ്റ് കണ്ട അനുഭൂതി ഉണ്ടാവും. അപ്പം ഭഗവാൻ ഈശ്വരനിൽ ലയിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഭഗവാനിലൂടെ ഈശ്വരനെ കാണാം. അപ്പോൾ നമ്മൾ പോയി ആവശ്യപ്പെടുന്ന ആരോടെയാണ്? ഡയറക്റ്റ് ഈശ്വരൻ്റെ കൂടിയാണ്. മറ്റൊരു അമ്പലത്തിലോ മറ്റു സ്ഥലത്തോ പോകുമ്പോൾ എന്ത് ചെയ്യും? ആ ദേവനോട് കൂടി ദേവന്മാർ വേറെ, ഈശ്വരൻ വേറെ. ഈശ്വരനും ദൈവവും രണ്ടാണ്. കാരണം ദേവതകൾ ധാരാളമുണ്ട്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ദേവന്മാരുടെ ലക്ഷ്യം എന്താണ്? ഈശ്വരനിലേക്ക് കൊണ്ടെത്തിക്കുക. ദേവന്മാരോട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് ഈശ്വരനോട് ദേവന്മാർ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഈശ്വരൻ്റെ കൂടി പറയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാന്റെ സ്ഥലത്ത് പോയി നമ്മളൊരു കാര്യം പറയുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഈശ്വരൻ്റെ കൂടി പറഞ്ഞു. അപ്പം ജയപ്രിയ ഓരോ കാര്യങ്ങളും ഈശ്വരൻ്റെ കൂടി ഡയറക്റ്റ് പറഞ്ഞിട്ടാണ് പോണത്. അതാണ് വിജയത്തിൻ്റെ രഹസ്യം. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോന്നിൻ്റെ രഹസ്യം അതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരിടത്തും പരാജയം എന്നുള്ളൊരു വാക്ക് വരത്തില്ല. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ എക്സാം സമയത്ത് ഇങ്ങനെ വിളിച്ചു. എക്സാം സമയത്ത് അത് വളരെ പാടാണ്. ഒന്നാമത് അനാട്ടമിയാണ്. ഫസ്റ്റ് ഇയർ പൊതുവേ കുട്ടികൾക്കെല്ലാം വളരെ ടൈറ്റായിരിക്കും. കാരണം മറ്റ് പഠിച്ച് വന്നതുപോലെ അല്ല. MBBS എന്ന് പറയുമ്പോൾ ഒരുപാട് പഠിക്കാനുള്ളതാണ്, പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇയർ കുറച്ച് ടൈറ്റാണ്, അനാട്ടമിയാണ്. അത് വളരെ പഠിച്ചെടുക്കാൻ പാടാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാന്റെ ബ്ലെസ്സിങ് ഉള്ള നിങ്ങൾക്ക് എന്താണ്? അപ്പോൾ മറ്റു കുട്ടികൾ എന്ത് ഭയത്തോടു കൂടി കാണണം? കാരണം അവർക്ക് അങ്ങനെയുള്ള ഒരു അനുഗ്രഹം ഇല്ല. അപ്പോൾ ഇത്രയും അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്തിനു പേടിക്കണം? ആ പേടിച്ച ആൾക്കാണ് ഏകദേശം 70% മാർക്കിൽ, അതും ഈ ഫസ്റ്റ് ഇയർ പാസ് ഔട്ട് ആവുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. അപ്പോൾ നല്ല മാർക്കിൽ പാസ്സാവാൻ പറ്റിയത് അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ഇതെന്നല്ലടത്തല്ല, അങ്ങോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ തന്നെ ഗവൺമെൻറ് സീറ്റിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ചിലവില്ല. ഭഗവാൻ ചിലവില്ലാതെ പഠിപ്പിക്കുകയാണ്. അതും നല്ല കോളേജിനാണ് കിട്ടി. എത്ര പഴക്കമുള്ള കോളേജ്? നമ്മൾ 67ാമത്തെ ബാച്ചാണ്. അപ്പോൾ അതിന് മുമ്പ് 70 വർഷത്തെ എങ്കിലും പഴക്കമുള്ള മെഡിക്കൽ കോളേജാണ്. പാരമ്പര്യമുള്ള മെഡിക്കൽ കോളേജാണ്. ഇത്രയും വലിയ മെഡിക്കൽ കോളേജിൽ
അഡ്മിഷൻ കിട്ടി. അതും ഭഗവാന്റെ നല്ല ഗുരുത്വമുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റി അല്ലേ? അവിടുത്തെ ഭൂപ്രകൃതി തന്നെ അതിലും രസം എൻ്റെ സ്വന്തം ഞാൻ ജനിച്ചത് പന്തളത്താണ്. ആൻഡ് പന്തളത്തിലെ അയ്യപ്പനുമായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പമാണ്. ഭഗവാന്റെ കാര്യം ആ കോവിക്കൽ അമ്പലത്തായിട്ട് ഞാൻ നാട്ടിൽ എപ്പോൾ പോയാലും അവിടെ പോകാറുള്ളതാണ്. അപ്പോൾ അയ്യപ്പനുമായിട്ട് ഒരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള എനിക്ക് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു എന്ന് തന്നെ പറയാം. ആന്ധ്രാപ്രദേശിൽ ആ കോളേജിൽ പോകുമ്പോൾ എൻ്റെ കോളേജിൻ്റെ കോമ്പൗണ്ട് കഴിഞ്ഞാൽ അവിടെ പോലീസിൻ്റെ കോമ്പൗണ്ടാണ്, ആംഡ് പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ ആംഡ് പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അങ്ങേ അറ്റം നമ്മുടെ ശബരിമല മോഡലിൽ അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം. എനിക്ക് ഇത്രയും സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കിതൊക്കെ ഇങ്ങനെ വാക്കുകളിൽ പറയേണ്ടത് തന്നിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിലേ ഭയങ്കര സ്പിരിച്വലായിട്ട് തന്നെയാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. അപ്പൂപ്പനും അമ്മയും കുറേ പുരാതന കഥകളാട്ടെ വൈകിട്ടും രാവിലെയും വിളക്ക് കത്തിച്ച് നാമം ചൊല്ലി തന്നെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല മാനവസേവ മാധവസേവ എന്നൊക്കെ ആ രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ മന്ത്രങ്ങളൊക്കെ കേട്ട് വളർന്നിട്ടുള്ളത്. എനിക്ക് സ്പിരിച്വലായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. ഈ ഏജിൽ വെച്ചാണ് ഞാൻ അത് നോക്കാറില്ല. എനിക്ക് എൻ്റെ മനസ്സിന് സ്പിരിച്വാലിറ്റി കുറേ അട്രാക്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ അതിനോട്ട് എൻ്റെ രീതിയിൽ ഞാൻ കുറേ അടുക്കാറുമുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്ക് ഇങ്ങനൊരു അമ്പലം, അതും എൻ്റെ ഇഷ്ടപ്പെട്ടൊരു ഈശ്വരൻ്റെ ഒരു അമ്പലം ഇത്രയും അടുത്ത് എനിക്ക് എല്ലാ ശനിയാഴ്ചയും പോയി തൊഴാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ കോളേജിനടുത്തൊക്കെ വരിക, അതും പന്തളത്തുനിന്ന് ആന്ധ്രാപ്രദേശിൽ അയ്യപ്പൻ്റെ ക്ഷേത്രം തന്നെ, വേറെ ഏത് ക്ഷേത്രവും ആവാം, അയ്യപ്പ ക്ഷേത്രം, അതും ശബരിമല മോഡലിലാണ് അവിടെ പണിതേക്കുന്നത്. എനിക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം തോന്നുന്നത്. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് ഇവിടെ വന്നണക്ക് 4ാം ക്ലാസ് തൊട്ടേ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ അവിടെ തൊഴുതാണ് ഞാൻ സ്കൂളിൽ പോയിട്ടുള്ളത് 4ാം ക്ലാസ് തൊട്ട്. ആൻഡ് ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ തൊട്ട് താഴെ ബാക്കി ചുറ്റും മറ്റ് ദേവതകളിൽ വെച്ചിട്ടുള്ളതിൽ വലിയതായിട്ടൊരു ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം നിന്നുകൊണ്ടുള്ള ഭയങ്കര പവറിൽ. എനിക്ക് ഇതൊക്കെയാണ് എന്നെ ഹാപ്പി ആയിട്ട് വെക്കുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്പിരിച്വാലിറ്റിയിൽ അട്രാക്റ്റഡ് ആണേലും ഇന്നത്തെ കാലത്ത് നമ്മൾ പല പേരിനുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പേടിയാണ്, സംശയമുണ്ട്, ഇതൊക്കെ പറയുന്ന സത്യമാണോ, ഓരോരുത്തർ ഞാൻ ഗുരുവാണ്, ഗുരുക്കന്മാരും അവരുടെ പേരിൽ കുറേ ഫോളോ ചെയ്യുന്നവരും, അപ്പോൾ ഇതൊക്കെ കേൾക്കും, ഇൻട്രസ്റ്റിംഗ് ആണ്. ബട്ട് എനിക്ക് വിശ്വാസം വരണമെങ്കിൽ എനിക്ക് തോന്നണമല്ലോ, അങ്ങനെയാണ് സ്വാമിയുടെ അടുത്ത് എത്തിച്ചേരുന്നത്. പക്ഷേ എന്താ പറയുക, നമുക്ക് അറിയാൻ പറ്റും. ആത്മലിംഗത്തിൻ്റെ കാര്യം പറഞ്ഞു മാമൻ. ആ ആശ്രമത്തിൽ പോകുമ്പോൾ തന്നെ അതിലും രസം എനിക്ക് വരുമ്പോൾ ഭഗവാൻ അവസരം ഒരുക്കി തരും. ഏതെങ്കിലും ഒരു ദിവസം ഓക്കെ നമുക്കിന്ന് ആശ്രമത്തിൽ പോകാനുള്ള അവസരം ഭഗവാൻ ഒരുക്കി തരും. അവിടെ പോകുമ്പോൾ തന്നെ ആ ആശ്രമത്തിലോട്ട് കയറിയ തന്നെ അവിടെയുള്ള ആൾക്കാർ, നമ്മൾ ആശ്രമ ബന്ധുക്കൾ, അവർ നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതി, നമ്മൾക്ക് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഒരു കുടുംബത്തിലുള്ളവരാ എന്നൊരു ഫീലിലാണ്. അവിടെ ചെന്ന് താഴെ ആദ്യം ഭഗവാന്റെ മുറിയുടെ അവിടെ തൊഴും, എന്നിട്ട് താഴെ ആണ് ജീവസമാധി സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ ശിവലിംഗമുണ്ട്. അവിടെ ചെന്ന് നിന്നാൽ മതി, ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറയും. ഞാനവിടെ കരയാതെ ഞാനൊരു ദിവസം ഇറങ്ങിയിട്ടില്ല. എനിക്കവിടെ നിന്ന് എൻ്റെ കണ്ണ് നിറയും, എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും ഞാൻ അവിടെ തുറന്നു വിടുക. ഭഗവാൻ അറിയാലോ, അധികം പറയാനൊന്നുമില്ല. ഭഗവാനെ എൻ്റെ എല്ലാ അവസ്ഥയും അറിയാം, എൻ്റെ വിഷമങ്ങളും അറിയാം, എൻ്റെ സന്തോഷങ്ങളും അറിയാം. എനിക്ക് മുന്നോട്ടുള്ള വഴി കാട്ടിത്തരണം, എന്നും കൂടെ കാണണം. ഈ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഭഗവാൻ എന്നും ആ ധൈര്യം എൻ്റെ കൂടെ കാണും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമാണ്. എപ്പോൾ വന്നാലും ഞാൻ പോകും. അതിലെ ഉപരി മറ്റൊരു ജയപ്രിയയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ മെഡിസിനൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ സയൻസാണ് പഠിക്കണേ. ഇന്നിപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ ശരിക്ക് ദൈവവിശ്വാസത്തിന് വിപരീതമായി പോകുന്ന ഒരു രീതിയായിട്ടാണ് കാണാറുള്ളത് കുട്ടികളുടെയൊക്കെ ഇടയിൽ പൊതുവേ. അപ്പോൾ അവിടെ ജയപ്രിയ അവിടെ ചെന്ന് ക്വാർട്ടേഴ്സ് ഒക്കെ അലേർട്ടായി ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലേക്ക് താമസിക്കുന്ന കുട്ടി അവിടെ ചെറിയ ഒരു പൂജാമുറി ഉണ്ടാക്കി അവിടെ ഭഗവാന്റെ പടം വെച്ച് ഭഗവാനെ ആരാധിച്ച് പോകുന്ന ഒരു ചെറിയ പൂജാമുറി. ഒരു കുറച്ച് നിശ്ചിത സ്ഥലമേ ഉള്ളൂ. കാരണം എല്ലാവർക്കും അറിയാം, പഠിക്കുന്ന സ്ഥലത്ത് എത്ര കുട്ടികളുണ്ട് കൂടെ? ഒരു റൂമിൽ 3 പേരുണ്ട്. അതിൽ വിശ്വാസമുള്ളവരുണ്ടാവാം, വിശ്വാസം ഇല്ലാത്തവരുണ്ടാവാം.
അതൊന്നും കണക്കിലെടുക്കാതെ, അവരുടെ വിശ്വാസം ഒന്നും കണക്കിലെടുക്കാതെ അവിടെ ഒരു ചെറിയ പൂജാമുറി സെറ്റ് ചെയ്ത്, അത് വാങ്ങി വയ്ക്കാൻ കിട്ടുമല്ലോ, അതിങ്ങനെ ചെറിയ പൂജാമുറി സെറ്റ് ചെയ്ത് അതിനകത്ത് ഭഗവാനെയും ഇഷ്ടദേവനെയും ഒക്കെ വച്ച് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വിളക്ക് കത്തിച്ച് പൂജ ചെയ്തിട്ടാണ് പഠിക്കാൻ പോണേ. അപ്പോൾ ഇതൊക്കെ കിട്ടിയത് ഇതുപോലെ ഗുരുമുഖത്തു നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഗുരു ചൈതന്യം കൊണ്ട് കിട്ടുന്ന ഓരോ കഴിവുകൾ തന്നെയാണ്. അല്ലാതെ ഇപ്പം നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി ഈശ്വരാരാധന ചെയ്യുന്നവരാണ് കൂടുതൽ പേരും. ഇപ്പോൾ ഗുരുക്കന്മാരെ ആവട്ടെ അമ്പലത്തിലാവട്ടെ നമുക്കൊരു കഷ്ടതയുണ്ട് അല്ലെങ്കിൽ കഷ്ടകാലമുണ്ട് എന്നൊരു ജ്യോത്സ്യനോ അതുപോലെ അല്ലെങ്കിൽ നമുക്കോ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ അമ്പലത്തിൽ പോവും, പിന്നെ പൂജ ചെയ്യും. ചെന്ന ഉടനെ തന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമമാവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. നിത്യമായ വസ്തു ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നശ്വരമായിട്ടുള്ളതാണ്. അപ്പോൾ നശിക്കാത്ത സാധനമാണ് ഈശ്വരൻ. ആ ഈശ്വരനെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ, ഞാൻ മോളുടെ പറയണ മാത്രമല്ല, ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാ അമ്മമാരും മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്ത് നമ്മളായാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശോഭിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് കിട്ടുന്നത് നിലനിൽക്കത്തുള്ളൂ. മറ്റത് ചിലപ്പോൾ നമ്മൾക്ക് നല്ലൊരു സമയം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ ശോഭിച്ചെന്നിരിക്കും, നമുക്ക് റിസൾട്ട് കിട്ടിയെന്നിരിക്കും. ആ റിസൾട്ട് നിലനിൽക്കണമെങ്കിൽ, നിത്യ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ, ഭഗവാനെ പോലെ ഒരാളിൻ്റെ സഹായം ഉണ്ടെങ്കിൽ അതിനവർക്ക് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഷ്ടകാലം വന്നാലും നല്ലത് വന്നാലും ഭഗവാൻ മാറ്റാൻ പറ്റാത്തതായി ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞു, ഈശ്വരനാണ് ചിന്താലേശൻ. ഭഗവാൻ ചിന്താലേശൻ എന്ന് പറയുമ്പോൾ ശരിക്ക് ഈശ്വരനാണ്. ആ ഈശ്വരൻ്റെ താഴെയാണ് എല്ലാ ഗ്രഹങ്ങളും. നവഗ്രഹങ്ങളും ഈശ്വരൻ്റെ താഴെയാണ്, ഈശ്വരൻ്റെ മുകളിലല്ല. അതുകൊണ്ട് നവഗ്രഹങ്ങളാണല്ലോ നമ്മളെ നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കുന്നത്. ആരെന്ന് ചോദിച്ചാൽ ഗ്രഹങ്ങളുടെ പ്രവർത്തനമാണ്. അതിനെ അതിജീവിച്ച് പോകാൻ സാധിക്കുന്ന പരമ ഗുരുവിൻ്റെ അടുത്താണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ഇതൊന്നുമല്ല നമ്മളുടെ കയ്യിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ശരിക്ക് ഇപ്പം മെഡിസിന് തുടങ്ങിയതേ ഉള്ളൂ എങ്കിലും ഒരു സർജൻ ആവാനാണ് നമുക്ക് എഴുതി വച്ചിരിക്കുന്നത്. ആ നിലയിൽ നീ എത്തിച്ചേരും, അതിന് വേറെ സംശയമൊന്നും വേണ്ട. കാരണം ഭഗവാൻ നമ്മളെ തലയിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് അത് മുടക്കമില്ലാതെ ആ വഴി നമുക്ക് നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഭഗവാൻ മാർഗദർശിയായി നമ്മൾക്കൊപ്പം ഉണ്ടാവും. അതിനെ നിത്യവും ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ മതി, നിത്യ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് ശരിക്കും മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ ഓർമ്മയിലില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും പറയും, ഞാൻ മൂകാംബികയിൽ പോയി. ഞാനപ്പോൾ എനിക്ക് അവിടെ പോകാൻ അവസരം കിട്ടിയിട്ടില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഭഗവാനെ കണ്ടതിന് ശേഷമാണ് എനിക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ അമ്മയെ കാണാനുള്ള അവസരം ഉണ്ടാവുന്നതും ഭഗവാനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് എന്നെ മൂകാംബികയിൽ മാമൻ്റെ ചണ്ഡികാഹോമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമായിട്ട് മൂകാംബിക ക്ഷേത്രം കാണുന്നത്. ആൻഡ് വളരെയധികം എന്താ പറയുക, ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതിനെ കംപ്ലീറ്റ് ആവാൻ അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടെന്ന് പറയില്ല. അപ്പോൾ എനിക്ക് ഭഗവാനിലൂടെ അങ്ങനൊരു ഭാഗ്യം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ. കാരണം ഭഗവാന്റെ പേരിലുള്ള ചണ്ഡികാഹോമം പങ്കെടുക്കാനായിട്ടാണ് എന്നെ മൂകാംബികയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതിനുശേഷം പല പ്രാവശ്യം പോവുകയുണ്ടായി. വളരെയധികം സന്തോഷം കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ഓരോ അനുഭവങ്ങളും കുറേ ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഇത്ര കാര്യങ്ങൾ വന്നുള്ളൂ, ഞാൻ അതൊക്കെ പങ്കുവെച്ചു. ഇനിയും കുറേ ഉണ്ട്, ഇനിയും ഭഗവാൻ കൂടെ ഉണ്ടെന്ന തെളിവ് എനിക്ക് തരും എന്ന് നല്ല വിശ്വാസവും ഉണ്ട്. അപ്പോൾ അതെ, കഴിഞ്ഞ നമ്മൾ ചണ്ഡിഹോമം ചെയ്തു മൂകാംബികയിൽ. ശരിക്കും പറഞ്ഞാൽ 209 ചണ്ഡിഹോമം ചെയ്തു മൊത്തം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്തിനുള്ളിൽ 209 ചണ്ഡിഹോമം ഭഗവാന്റെ പേരിൽ ചെയ്യാൻ സാധിച്ചു. ഭഗവാൻ അനുവദിച്ചു, നമ്മൾ ചെയ്തതെന്നല്ല, ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ അനുവദിച്ചു. കാരണം അമ്മയും ഭഗവാനും തമ്മിലുള്ള ബന്ധം കൊണ്ട് എന്നെ അതിനൊരു നിമിത്തമാക്കി മാറ്റിയെന്ന് മാത്രം. അതിൽ 2 ശതചണ്ഡികാഹോമം നമ്മൾ ചെയ്തു. ഈ 2 ശതചണ്ഡികാഹോമത്തിനും ശരിക്ക് ജയപ്രിയയ്ക്ക് ആ ചണ്ഡികാഹോമ വേദിയിൽ അവിടെ ഈ പൂജയുടെ ഭാഗമായിട്ട് സംഗീതമുണ്ട്. പൂജയുടെ ഭാഗമാണത്. നമ്മൾ പൂജയ്ക്ക് ദേവിക്ക്, സരസ്വതി ദേവിക്ക് അർച്ചന ചെയ്യുന്നതാണ് സംഗീതം.
ആ സംഗീതം 2 ചണ്ഡ്യാഹോമത്തിനും ആലപിക്കാനുള്ള ഭാഗ്യം കിട്ടിയവളും കൂടിയാണ്. ശരിക്ക് മൂകാംബി അമ്മയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനത് പറഞ്ഞെന്ന് മാത്രം. ഭഗവാന്റെ ചണ്ഡ്യാഹോമത്തിൻ്റെ 2 പ്രാവശ്യം ആ സദസ്സിലിരുന്ന് അല്ലെങ്കിൽ ആ പൂജാ യാഗശാലയിലിരുന്ന് പാടാനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് ജയപ്രിയ. അതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ ജയപ്രിയ പാടിയിട്ടുണ്ട്. അത് ഏത് പാട്ടാണ് പാടിയെന്ന് അറിഞ്ഞൂടാ. 2 പ്രാവശ്യമായിട്ട് പാടി. രണ്ടാമത് പാടിയത് ഏകദന്തായ വക്രതുണ്ടായ എന്ന പാട്ട്. രണ്ടും അതേ പാട്ടാണ്? അല്ല, ആദ്യം പാടിയത് ആകാശരൂപിണി അന്നപൂർണേശ്വരി എന്ന പാട്ട്, ദേവിയെ കുറിച്ചുള്ള. രണ്ടാമത് വിഘ്നേശ്വരനെ കുറിച്ചുള്ള പാട്ടായിരുന്നു. നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോയില് മൂകാംബി അമ്മയുടെ ചണ്ഡ്യാഹോമം നമ്മളിപ്പോ ഇതില് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾ വിചാരിക്കുന്നത് ഈ ഇട്ട് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും അത് ആ ഒരു ചണ്ഡ്യാഹോമം നല്ല ഓരോ പാർട്ടായിട്ടാണ്. അത് പലപ്പോഴും മനസ്സിലാവാതെ സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. ഈ യാഗം, ചണ്ഡികാ യാഗം കാണുക എന്ന് പറയുന്ന മഹാപുണ്യമാണ്. അപ്പോൾ ചണ്ഡികാ യാഗം ചെയ്യുക എന്നുള്ളതിലുപരി ആ ദൗത്യം ഭഗവാന്റെ പേരിലുള്ളത് ഭഗവാന്റെ ഭക്തരെല്ലാം കേൾക്കട്ടെ എന്ന് അല്ലെങ്കിൽ കാണട്ടെ എന്ന് കരുതിയാണ് ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് തീർന്നില്ല. അപ്പോൾ അതിൽ 2-4 ഭാഗങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. കാരണം ആ ഹോമം കംപ്ലീറ്റ് കാണുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. കാണുമ്പോൾ നമ്മൾ ആ യാഗത്തിൽ പങ്കെടുത്ത ഒരു അനുഭൂതി ഉണ്ടാവും. കാരണം അമ്മയുടെ വാത്സല്യം, അമ്മയുടെ സ്നേഹം, അല്ലെങ്കിൽ ഭഗവാന്റെ പേരിൽ ഭഗവാന്റെ പ്രസൻസ്, ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അത് കാണാനും അതുപോലെ ആ വേദിയിൽ 2 ശരിക്കും മഹായാഗങ്ങൾക്കും ശരിക്കും പാടി സംഗീതം കൊടുക്കാനുള്ള സംഗീതാർച്ചന ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയോളും കൂടിയാണ്. ശരിക്ക് അത് നിസ്സാരമല്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എനിക്ക് ഇനിയുള്ള കാര്യങ്ങളിലാട്ടെ എനിക്ക് ഭഗവാന്റെ ഒരു കാര്യം പോലും ഭഗവാന്റെ അനുഗ്രഹവും പെർമിഷനും ഇല്ലാതെ ഞാൻ ചെയ്യില്ല. ആൻഡ് ഭഗവാൻ എൻ്റെ കൂടെ എല്ലാത്തിനും കാണും എന്നൊരു വിശ്വാസം എന്നും അതെൻ്റെ കൂടുണ്ട്. ഭഗവാൻ എനിക്ക് കുറേ അവസരങ്ങൾ തന്നിട്ടുണ്ട് സംഗീതത്തിൻ്റെ കാര്യത്തിലാട്ടെ. എൻ്റെ ഗുരുനാഥൻ, എന്നെ ശരിക്കും പാട്ട് പഠിപ്പിച്ച ഗുരുനാഥൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ശ്രീകുമാർ സാറായിരുന്നു എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ സാറിന് വയ്യാതായി, ഇന്ന് സാറ് ഇല്ല ഈ ഭൂമിയിൽ. പക്ഷേ എനിക്ക് എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനം എനിക്കൊരിക്കലും ഭഗവാൻ എംപ്റ്റി ആണെന്ന് ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല. ആ എനർജിയിൽ ശരീരരൂപേണ അല്ലേ പോലും ഭഗവാൻ ഗുരുവായിട്ട് എൻ്റെ കൂടെ, ശ്രീകുമാർ സാറിൻ്റെ ഒരു പാർട്ടായിട്ടും, ഇന്ന് മാമനെയും ഞാൻ ഗുരുവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഭഗവാൻ ഓരോ രൂപത്തിൽ എൻ്റെ കൂടെ എന്നും കാണും. അതേതെങ്കിലുമൊക്കെ രൂപത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യും, ധൈര്യം തരും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക്. ക്ലാസ് നാളെ ആന്ധ്രയിൽ പോകണം. അതിൻ്റെ ഇടയിൽ ഇത്രയും ഭഗവാന്റെ കാര്യങ്ങൾ ഇങ്ങനെ പലരും ഈ ചാനലിൽ വന്ന് പറയാൻ അറച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ കൂടെ പല പ്രാവശ്യം പറയും എനിക്ക് സമയം ഇല്ല. കാരണം വരുന്ന സമയത്തൊന്നും ചിലപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഷൂട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. എന്നാൽ പോലും ഈ പരിമിതമായ സമയത്തിനുള്ളിലും ഭഗവാന്റെ ചാനലിൽ വന്ന് ഇത്രയും സമയം ഭഗവാന്റെ മഹാത്മ്യങ്ങളും അനുഭവ കഥകളും മറ്റ് ഭക്തർക്ക് വേണ്ടി പങ്കുവച്ചതിന് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഭഗവാൻ അവസരം തന്നതിന് നന്ദി.